ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് രണ്ട് കാര്യങ്ങൾ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെയാണ് മുഖത്ത് യൂസ് ചെയ്യുന്നത്, പുറത്ത് മേക്കപ്പ് സാധനങ്ങൾ, അതുപോലെ അങ്ങനത്തെ ഒരു സ്കിൻ കെയർ കാര്യങ്ങൾ ചോദിച്ചിട്ട്. പിന്നെയുള്ള ഒരു കാര്യം പൗഡർ. ഫസ്റ്റ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. പൗഡർ ഡെയിലി പുറത്ത് പോകുമ്പം ഇടുന്നവരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിത് പറയുമ്പം ഒരുപാട് പേരിപ്പോൾ പറയും, ഞാൻ കാലങ്ങളായിട്ട് ഇടുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന്. എന്ത് തേച്ചാലും ഫേസിന് വലിയ ഇഷ്യൂസ് വരാതെ ചൊറിച്ചിൽ വരാത്തവരുണ്ടാകും, എന്ത് തേച്ചാലും പിമ്പിൾസ് വരാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവർ പൗഡർ യൂസ് ചെയ്യുമ്പം അത്ര പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കാണിക്കില്ല. നമ്മൾ നല്ല വെയിലത്തോട്ട് പൗഡർ തേച്ച് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ ഇന്ന് ഞാൻ പൗഡർ തേച്ചു, ഞാൻ പുറത്തു പോയി, എനിക്കത് ഫേസിൽ പെട്ടെന്ന് കാണില്ല. അത് പോകെ വർഷങ്ങളോളം കഴിയുമ്പം കരിമംഗലമായിട്ട് വരുന്നു. എനിക്ക് സയൻറ്റിഫിക് പരമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ആസ് എ ഡോക്ടർ എൻ്റെ സിസ്റ്ററോട് ഞാനിത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പിമ്പിൾസ് വരുന്ന ഫേസ്, ഓയിലി ഫേസുകാരാണ് കൂടുതലായിട്ടും ഈ ടാൽക്കം പൗഡറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. അതേമാതിരി ആണുങ്ങളുണ്ട് പുറത്ത് പോകുമ്പോൾ കഴുത്തിന് പെരടിയിലും എല്ലായിടത്തും ഈ പൗഡർ അങ്ങ് വാരി പൊത്തിക്കാണ്ടൊക്കെ ഇറങ്ങി പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് സ്കിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളെപ്പോഴും ഫേസിൽ നമ്മളുടെ pH ലെവലിന് നമ്മളുടെ ഫേസിന് എന്താണോ പറ്റുന്നത്, ഓയിലി സ്കിന്നുകാർക്ക് എന്താണ് പറ്റും, കോമ്പാക്റ്റ് പൗഡർ വരുന്നുണ്ട്, ഫൗണ്ടേഷൻ വരുന്നുണ്ട്, അത് കൂടുതലും പാരബൺ സിലിക്കൺ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ അത് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇനി എൻ്റെ പ്രോഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ കറണ്ട് വന്നു, നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നല്ലൊരു സൺസ്ക്രീൻ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പുറത്ത് പോകുന്ന സമയത്ത് പൊതുവേ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എക്സ്ട്രീം ചൂട് വരുന്ന സമയമാണ് മാർച്ച് ഏപ്രിലൊക്കെ. ആ ടൈമിൽ നട്ടുച്ചക്കൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ നമ്മളുടെ നാട്ടിലെ കാലാവസ്ഥക്ക് വീട്ടിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയാറുള്ളത്. ഞാനും എല്ലാവർക്കും അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ സൺസ്ക്രീൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതെൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് കേട്ടോ. പിന്നെ എന്നോട് ചോദിക്കും, ഏതാണ് നല്ല ടോണർ, നല്ല മോയ്സ്ചറൈസർ ഏതൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പുറത്ത് പോകുമ്പം അത്യാവശ്യം മേക്കപ്പ് ചെയ്യാറുണ്ട്. പുറത്ത് പോകുമ്പം അതായത് ഞാൻ രണ്ട് ടൈപ്പിലാണ് മേക്കപ്പ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ് കാണിച്ചത്. ഞാനിത് അതുപോലൊരു ബാഗിലാണ് കൊണ്ടിറക്കാറുള്ളത്. പൊതുവെ ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. നമ്മളുടെ ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മളുടെ ആൻറ്റി മാറ്റ് റിയൽ മൗസ് ലാക്മേഡ്. ഇത് നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു പാക്കേജിങ് ആണ് ഇത് തരാം. ഞാൻ ഇതും യൂസ് ചെയ്യാറുണ്ട്, ഇത് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഈ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഫേസിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരികയാണ്, അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് വളരെ ലൈറ്റായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്തിട്ട്, എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത ഈ ഒരു സാധനം ഉപയോഗിക്കാൻ മറക്കരുത്. നമ്മളെ കൈകൊണ്ട് നമ്മൾ ഡാബ് ചെയ്യുന്നതും നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്നതും ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ച് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളല്ല ഒരിക്കലും. എന്നാലും എനിക്കറിയുന്നത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഓക്കെ. ഇട്ടിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടും. എന്നിട്ട് ഈ ഐബ്രോ ഞാൻ അത്യാവശ്യം ഫില്ല് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ല. നിങ്ങൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാവും ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ല. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മളുടെ റിയൽ ഫേസ് കാണിക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. സോ ഐബ്രോ ഫില്ലിങ്ങിൽ ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐബ്രോ യൂസ് ചെയ്യാറുണ്ട്. പ്ലസ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളുടെ മാസിൻ്റെ ഇതുപോലൊരു സംഭവം വരും. ഇതെൻ്റെ അടുത്ത് ബ്രൗൺ ഷെയ്ഡും വരുന്നുണ്ട്. ഒരു മിനിറ്റ്.
കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ. ഓക്കെ, ഇത് ബ്രൗൺ ഷെയ്ഡാണ്, കാണുന്നുണ്ടോ? ഇത് ബ്ലാക്ക് ആണ്. അപ്പോൾ ചിലപ്പോൾ ബ്രൗൺ ഞാനിടും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഞാനൊരു ഫംഗ്ഷന് പോവാണ്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഇത് ബ്ലാക്കും യൂസ് ചെയ്യാറുണ്ട്, ബ്രൗണും യൂസ് ചെയ്യാറുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ എൻ്റെ മേക്കപ്പിൻ്റെ ഒരു ഇതിനനുസരിച്ചാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. സാധാരണഗതിയിൽ ഇതുപോലൊരു ഫൗണ്ടേഷൻ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടും, എന്നിട്ട് ഐബ്രോ എഴുതിയിട്ട് പോവാണ് ചെയ്യുന്നത്. ഈ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് 2 ഓപ്ഷനാണ്. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അയ്യോ അത് ഞാൻ എടുത്തില്ല. അതാ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മളുടെ NYBയുടെ ഡാർക്ക് റെഡ് ഷെയ്ഡാണ്. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന 3 ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇത് മാർസിൻ്റെ 2 ഷെയ്ഡ് കോംബോ ഓഫറിൽ വാങ്ങുന്നതാണ്. ഒന്നിൻ്റെ സിസ്റ്റർ കൊച്ചി, പിന്നെ വരുന്നത് ഇതാണ്. ഇത് ഞാൻ അങ്ങനെ എൻ്റെ ചുണ്ടിൽ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. മിക്സ് ചെയ്ത് കണ്ട് ചിലപ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ട് അതിൽ മിക്സ് ചെയ്ത് കണ്ട് ഇതിടും. ഇനി വളരെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരികയാണെങ്കിൽ ഇതാ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ഒരു ലിപ് ബാം നമ്മളുടെ വിഷ് കെയറിൻ്റെ സെറാമൈഡ് ലിപ് ബാമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാറില്ല. പേഴ്സണലി ഞാൻ തന്നെ ലിപ് ബാം ഉണ്ടാക്കുന്നുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. പിന്നെ ഈ ഒരു ലൂസ് പൗഡർ കയ്യിലുണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഇതെൻ്റെ സിസ്റ്റർ തന്നതാണ്. പിന്നെ ഈ ഒരു സംഭവം ആക്ച്വലി മേക്കപ്പിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണിത്, സ്വിസ് ബ്യൂട്ടിയുടെ. കാണുന്നുണ്ടോ? ഇവിടെ വെയിലടിച്ചിട്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ഇതാ ഈ സാധനം ഞാൻ ഫങ്ഷൻ പോലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് ആദ്യം ബേസ് ആയിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടാറ്. എന്നിട്ട് അതിൻ്റെ മേലെ ഇവിടെയും ജസ്റ്റ് ഹൈലൈറ്റിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് യൂസ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു എന്തൊക്കെയാണ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫങ്ഷൻ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഇതന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ചതിൽ ഒരു ടോണർ ഉണ്ടാവില്ല, ഒരു മോയ്സ്ചറൈസർ ഉണ്ടാവില്ല. ഒരു ബേസിക് ആയിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന എനിക്ക് എങ്ങനെയാണ് ഫേസിന് ആപ്റ്റും തോന്നുന്ന രീതിയിൽ ഒരു മേക്കപ്പ് ഇടുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ പൗഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം പൗഡർ നിങ്ങളെ ഒരു ഫേസിന് കൂടുതൽ ഡാമേജിലോട്ട് നയിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ സൺസ്ക്രീൻ എപ്പോഴും മസ്റ്റാണ്, അതുപോലെ ഉപയോഗിക്കുക. പിന്നെ ഏതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, ടോണർ യൂസ് ചെയ്യുന്നത്, ഞാനത് യൂസ് ചെയ്യാറില്ല, പക്ഷെ അത് നല്ലതാണ് യൂസ് ചെയ്യുന്നത്. ഒരു 30s ഏജിലൂടെ കടന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നോട് ചോദിച്ചാൽ പേഴ്സണലി മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിടും, അല്ലെങ്കിൽ നമ്മളുടെ എൻ്റെ തന്നെ ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഫേസ് മോയ്സ്ചറൈസർ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സോപ്പ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ തണുപ്പാണ്, അപ്പം എനിക്ക് ബ്രൈറ്റനിങ് സോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഓയിൽ കണ്ടൻറ്റ് ആക്കിയിട്ട് സോപ്പ് എനിക്ക് പേഴ്സണലി പ്രിപ്പയർ ചെയ്ത് കണ്ട് അത് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് തേച്ചിട്ടാണോ വെളുത്തത് എന്നുള്ളത്. കളിയാക്കുകയല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ 100% പറയാണ്, 75 to 80% എൻ്റെ നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം എന്നോട് ചിലർ സീരിയസ് ആയിട്ട് ചോദിക്കുന്നവരുണ്ട്, ചിലർ എന്നെ പരിഹസിച്ച് ചോദിക്കും, ഇതൊക്കെ വെറുതെ മാർക്കറ്റിംഗ് അല്ലേ. എൻ്റെ കാര്യം തന്നെ പേഴ്സണലി ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ഫോട്ടോസ് അയക്കാറുണ്ട്. എനിക്ക് അതൊക്കെ ഒരു വീഡിയോ ചെയ്താൽ മതി, എനിക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ലക്ഷക്കണക്കിന് ഇതും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പേഴ്സണലി ഫോട്ടോസ് അയക്കുന്നവരുടെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വോയിസും ഈ മെസ്സേജസും നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ തന്നെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ കാര്യം ഞാൻ പേഴ്സണലി, പിന്നെ എൻ്റെ മോൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
ബാക്കിയുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് തടി കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചേഞ്ച് വരും. പിന്നെ നമ്മളുടെ ഇൻടേക്ക് നല്ലപോലെ വെള്ളം കുടിച്ച് പ്രോപ്പറായിട്ട് ഉറങ്ങി നല്ല ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു 20% to 30% നമ്മളുടെ സ്കിന്നിനും ഹെയറിനും മാറ്റം കാണാൻ പറ്റും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കുന്ന സ്കിൻ കെയർ തന്നെയാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയവർക്കറിയാം ഞാൻ പറയുന്നത് എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് ലെങ്തി ആയിട്ട് വീഡിയോ ഇനിയും പറഞ്ഞു പോകുന്നില്ല. ഈ 2 കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും പിന്നെ പൗഡർ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു സൈഡ് എഫക്ട്സും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. നാളെ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല, ബിക്കോസ് ടുമോറോ ഈ സൺഡേ. എല്ലാവർക്കും ഹോളിഡേ ആണ്, എനിക്കും ഹോളിഡേ ആണ്. അപ്പോൾ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ